Hi dear students, plus 1 മാത്തമാറ്റിക്സിലെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓരോരോ ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 5p4 = ഡാഷ് എന്നാണ്. അപ്പോൾ 5p4ൻ്റെ ആൻസർ 5p4 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ ഫോർമുല ഉപയോഗിക്കാം 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 5 - 4 ഫാക്ടോറിയൽ, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് 5 × 4 × 3 × 2 NPR എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴോട്ട് 4 ടേംസ് എഴുതിയാൽ മതി. അപ്പോൾ ആൻസർ നമുക്ക് 120 എന്നാണ് ലഭിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ ബി, ഫൈൻഡ് നമ്പർ ഓഫ് 4-digit ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. നമ്പർ ഓഫ് 4-digit ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. നമുക്കറിയാം, നമ്പേഴ്സ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിൽ 0 മുതൽ ഇങ്ങനെ 0 മുതൽ 9 വരെ ഡിജിറ്റ്സ് 10 ഡിജിറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ 4 ലൊക്കേഷൻസ് 4-digit നമ്പേഴ്സ് എന്ന് പറഞ്ഞതുകൊണ്ട് 4 ലൊക്കേഷൻസ് കൊടുക്കുന്നു. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് പൊസിഷനിൽ ഒന്നെങ്കിൽ 1 വരണം, 3 അല്ലെങ്കിൽ പിന്നെ 5 വരണം, 7, 9 ഇങ്ങനെ 5 പോസിബിലിറ്റീസ് ആണുള്ളത്. 5 പോസിബിലിറ്റി 5 ചാൻസസ് ആണ് ഇവിടെ ഫില്ല് ചെയ്യാനുള്ളത്. പിന്നെ ഈ ഫസ്റ്റ് പൊസിഷനിൽ ഒരിക്കലും 0 പാടില്ല, 0 ഇവിടെ പറ്റില്ല. അതുകൊണ്ട് ഈ 10 ഡിജിറ്റ്സിൽ നിന്നും 0 ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 9 ചാൻസാണ് ഇവിടെ ഫില്ല് ചെയ്യാനുള്ളത്. പിന്നെ ഇവിടെ ഫില്ല് ചെയ്യാൻ നമുക്കറിയാം 10 ഡിജിറ്റ്സ് അവൈലബിൾ ആണ്. 10ഉം ഇവിടെ യൂസ് ചെയ്യുക, ഇവിടെയും നമുക്ക് 10 നമ്പർ യൂസ് ചെയ്യാം. കാരണം റിപ്പീറ്റേഷനെ കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം 1001 എന്ന് പറയുന്ന ഈ നമ്പർ 1001 എന്ന് പറയുന്ന നമ്പർ ഒരു ഓഡ് നാച്ചുറൽ നമ്പർ ആണല്ലോ. അപ്പോൾ റിപ്പീറ്റേഷനെ കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. റിപ്പീറ്റേഷൻ പറ്റും, നമ്പറിൽ റിപ്പീറ്റേഷൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഇവിടെ 10 ചാൻസ്, ഇവിടെ 10 ചാൻസ്. അതുകൊണ്ട് ടോട്ടൽ ഇവിടുത്തെ ആൻസർ ടോട്ടൽ 4-digit ഓഡ് നമ്പേഴ്സിൻ്റെ ആൻസർ 9 × 10 × 10 × 5 ആണ് ഇവിടുത്തെ ആൻസർ. ദറ്റ് ഈസ് 4500 ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 7 ഫാക്ടോറിയൽ -3 ഫാക്ടോറിയൽ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 7 ഫാക്ടോറിയലിൻ്റെ ആൻസർ നമുക്കറിയാം 5040 - 6 ആണ്. അപ്പോൾ ആൻസർ 5034 ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ. രണ്ടാം നമ്പർ ക്വസ്റ്റ്യൻ്റെ ആൻസർ 2. ക്വസ്റ്റ്യൻ നമ്പർ ബി 1/8 ഫാക്ടോറിയൽ പ്ലസ് 1/9 ഫാക്ടോറിയൽ = x/10 ഫാക്ടോറിയൽ. വളരെ സിമ്പിളാണ്. നമുക്ക് എക്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എക്സിൻ്റെ താഴെയുള്ള 10 ഫാക്ടോറിയലിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ടേമിനെയും ലെഫ്റ്റും റൈറ്റും 10 ഫാക്ടോറിയൽ കൊണ്ട് അങ്ങ് ഗുണിക്കുക. അപ്പോൾ 10 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു 8 ഫാക്ടോറിയൽ പ്ലസ് ഇവിടെയും 10 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു 9 ഫാക്ടോറിയൽ = ഇവിടെയും 10 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എല്ലാ ടേമും ലെഫ്റ്റും റൈറ്റും 10 ഫാക്ടോറിയൽ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ്ഡ് ആയി. ഇത് ബാലൻസ് തെറ്റുന്ന പ്രശ്നമില്ല. നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. ഇതിനെ 10 × 9 × 8 ഫാക്ടോറിയൽ എന്ന് നമുക്ക് ബ്രേക്ക് ചെയ്യാം. ദിസ് ഈസ് 8 ഫാക്ടോറിയൽ പ്ലസ് 10 × 9 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 9 ഫാക്ടോറിയൽ. ഇവിടെ എക്സ് എന്ന് ലഭിക്കും, കാരണം ഇത് ക്യാൻസൽ ചെയ്തു. ഓക്കെ. സോ ആൻസർ ഈസ് x = നൗ ക്യാൻസൽ ദിസ് 9 ക്യാൻസൽ ചെയ്തു. സോ എക്സിൻ്റെ ആൻസർ ഇതാ 10 × 9 90 പ്ലസ് 90 + 10 = 100 ഈസ് ദി റൈറ്റ് ആൻസർ. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് പഠിക്കാം. നമ്പർ 3 ആണ്. NP5 = 42 NP3. ഫൈൻഡ് n. അപ്പോൾ നമുക്ക് എഴുതാം NP5 = 42 × NP3. ഇവിടെ NPRൻ്റെ ഡെഫിനിഷൻ അല്ല യൂസ് ചെയ്യുന്നത്, മറിച്ച് NP5 എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴോട്ട് 5 പദങ്ങൾ എഴുതിയാൽ മതി. n × n - 1 × n - 2 × n - 3 × n - 4. എന്നിൽ നിന്ന് എഴുതി തുടങ്ങിയിട്ട് താഴോട്ട് ഡിസെൻഡിങ് ആയിട്ട് 5 ടേംസ് എഴുതുന്നു. അപ്പോൾ കറക്റ്റ് NPRൻ്റെ ഡെഫിനിഷൻ ആയിരിക്കും 42 × ഇവിടെ സെയിം n × 3 ടേംസ് നമ്മൾ താഴോട്ട് എഴുതുന്നു. നൗ വി ക്യാൻ ക്യാൻസൽ ദിസ് n ക്യാൻസൽ ചെയ്തു, ലൈക്ക് ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്തു, n - 2 n - 2 ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളതിന് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. n × n n² - 7n പ്ലസ്
12 is equal to 42. സൈഡ് മാറ്റുന്നു, n സ്ക്വയർ മൈനസ് 7 n മൈനസ് 30 ഈക്വൽ ടു 0. അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. രണ്ട് രൂപത്തിൽ സോൾവ് ചെയ്യാം. ഒന്നെങ്കിൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac/2a, അല്ലെങ്കിൽ ജസ്റ്റ് ഫാക്ടറൈസ് ചെയ്യുന്നു. മൾട്ടിപ്ലൈ ദാറ്റ് 30 ആഡ് ചെയ്താൽ 7 മൈനസ് 7. രണ്ട് നമ്പേഴ്സ് സെലക്ട് ചെയ്യുന്നു, 10 മൈനസ് 3 ആണ്. ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യുന്നു. ദെർഫോർ n is equal to 10. ഇതെല്ലാം നമുക്ക് അറിയുന്ന കേസാണ്. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദി നമ്പർ ഓഫ് total number of words using the letters of the word examination. How many of them begin with E, end with N? അപ്പോൾ എക്സാമിനേഷൻ്റെ ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം കൗണ്ട് ചെയ്യണം, ലെറ്റേഴ്സിനെ കൗണ്ട് ചെയ്യണം. ലെറ്റേഴ്സ്, ടോട്ടൽ ലെറ്റേഴ്സ് നമുക്കറിയാം 11 ലെറ്റേഴ്സ് ആണുള്ളത്. അതിൽ റിപ്പീറ്റേഷനൊക്കെ നമ്മൾ കൗണ്ട് ചെയ്ത് വെക്കണം. എ 2 പ്രാവശ്യമുണ്ട്, എം 1 പ്രാവശ്യം, എം 1 ടൈം, n 2 times, I 2 times, പിന്നെ ഏതാണുള്ളത് E 1 പ്രാവശ്യമുള്ളൂ, എക്സ് 1 പ്രാവശ്യം, T 1 പ്രാവശ്യം, O 1 പ്രാവശ്യം. എല്ലാം കൗണ്ട് ചെയ്യുന്നത് ടാലി ആവുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. 1 2 3 4 6 7 8 9 10. എ 2 പ്രാവശ്യം, എം എൻ, ഐ 2 പ്രാവശ്യം, ഇ 1 ടൈം, എക്സ് ടി ഒ 3 5 7 ഇപ്പോൾ 11 റെഡി ആയല്ലോ. ദെർഫോർ ടോട്ടൽ വേർഡ്സിൻ്റെ ആൻസർ ടോട്ടൽ വേർഡ്സ് ജസ്റ്റ് കൗണ്ടിങ് കറക്റ്റ് ആണെങ്കിൽ 11 ആണല്ലോ ഉള്ളത്. 11 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ റിപ്പീറ്റേഷൻസ് 2 2 2 അല്ലേ, 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 498960 എന്നാണ് ഇതിൻ്റെ ആൻസർ. ഇനി ഇതിൽ സ്റ്റാർട്ട് വിത്ത് ഇ, എൻഡ് വിത്ത് എൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈനെ ഇവിടെ ഫസ്റ്റ് ഫിക്സ് ചെയ്ത് വെച്ചു, എന്നിനെ ഇവിടെയും ഫിക്സ് ചെയ്ത് വെച്ചു. രണ്ടും ഫിക്സഡ് ആണ്. ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കൗണ്ട് ചെയ്യാൻ പാടില്ല. നമ്മളിതിൻ്റെ ഇടയിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 9 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ, 9 ലെറ്റേഴ്സ്. ഈ 9 ലെറ്റേഴ്സിൽ റിപ്പീറ്റേഷൻ ഉള്ളത് എ 2 പ്രാവശ്യമുണ്ട്, അതുപോലെ ഐ 2 പ്രാവശ്യമുണ്ട്. ഐ എന്ന് പറയുന്ന ലെറ്റർ 2 പ്രാവശ്യമുണ്ട്. ഒരിക്കലും എൻ 2 പ്രാവശ്യം ഇല്ല, കാരണം എൻ ഒന്ന് ഇവിടെയാണ്, അത് നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല. സോ ടോട്ടൽ വേർഡ്സ് വിത്ത് ദീസ് കണ്ടീഷൻ is equal to ആൻസർ 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ആണ് ഇതിൻ്റെ ആൻസർ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ, കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് ലഭിക്കും. ഞാൻ ജസ്റ്റ് നോക്കട്ടെ. 9 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 9 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 360 ഡിവൈഡഡ് ബൈ 4 90720. 90720 ആണോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ദിസ് ഈസ് കറക്റ്റ്. 9 ഫാക്ടോറിയൽ. ശ്രദ്ധിക്കേണ്ടത് എൻ ഒരിക്കലും കൗണ്ട് ചെയ്യരുത്. ഈ സ്റ്റാർട്ട് വിത്ത് ഇ, എൻഡ് വിത്ത് എൻ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും നമ്മൾ ഫിക്സഡ് ആണ്, പേസ്റ്റ് ചെയ്ത് വെച്ചതാണ്. ഈ 9 ലെറ്റേഴ്സിലുള്ള റിപ്പീറ്റേഷൻസ് മാത്രമേ കൗണ്ട് ചെയ്യാവൂ. 9 ലെറ്റേഴ്സിലുള്ള റിപ്പീറ്റേഷനിൽ ഒരിക്കലും എൻ വരുന്നില്ല, അതുകൊണ്ടാണ് എൻ കൗണ്ട് ചെയ്യാത്തത്. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ. എ NPR is equal to NPRും NCRും തന്നിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള കണക്ഷനാണ് അറിയേണ്ടത്. നമുക്കറിയാം NPR ആണ് വലിയ നമ്പർ. NPR ഡിവൈഡഡ് ബൈ NCR എന്ന് പറയുന്നത് R ഫാക്ടോറിയലാണ്. ഇത് ഡെഫിനിഷനാണ്. NPR is equal to NCR into R ഫാക്ടോറിയൽ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ NPR 1080 ആണ്, NCR 45 ആണ്. സോ ദിസ് ഈസ് R ഫാക്ടോറിയൽ. ദെർഫോർ R ഫാക്ടോറിയൽ is equal to, ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 24 എന്ന ആൻസർ ലഭിക്കും. ദെർഫോർ R is equal to, നമുക്കറിയാം 4ൻ്റെ ഫാക്ടോറിയൽ ആണല്ലോ 24. സോ R is equal to 4 is the right answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിസിസിപ്പി ആണ്. ഫൈൻഡ് ദി ഡിസ്റ്റിങ്ക്റ്റ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദി വേർഡ് മിസിസിപ്പി. അപ്പോൾ ആദ്യം നമുക്ക് മിസിസിപ്പിയിലൊന്ന് വേർഡ്സ് ലെറ്റേഴ്സ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ലെറ്റേഴ്സ്, ടോട്ടൽ ലെറ്റേഴ്സ് മിസിസിപ്പി 1 2 3 4 5 6 7 8 9 10 11 ലെറ്റേഴ്സാണ് ടോട്ടൽ ഉള്ളത് മിസിസിപ്പിയിൽ. അതിൽ ഐ 4 ടൈംസ് ഉണ്ട്, എസ് 4 ടൈംസ് ഉണ്ട്, പി 2 ടൈംസ് ഉണ്ട്,
പിന്നെ എം ആണ് ഒരു പ്രാവശ്യം ഉള്ളത്. അങ്ങനെ നമുക്ക് ടോട്ടൽ 11 റെഡി ആയിട്ടുണ്ട്. കൗണ്ടിങ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടോട്ടൽ റെഡി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് പെർമ്യൂട്ടേഷൻസ് നോക്കാം. ടോട്ടൽ പെർമ്യൂട്ടേഷൻസ് is equal to 11 അല്ലേ ഉള്ളത്. അപ്പോൾ 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഓക്കെ, ഇതെത്രയായിരിക്കും? ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ 4989600 ചെക്ക് ചെയ്യണം കേട്ടോ. ആൻസർ എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യണം. ദിസ് ഈസ് പെർഫെക്റ്റ്. ഇത് നിങ്ങൾ ചെക്ക് ചെയ്യുക കാൽക്കുലേറ്ററിൽ. ഇനി ഹൗ മെനി ഓഫ് ദം ഡു 4 ഐസ് ഡു നോട്ട് ഒക്കർ ടുഗെദർ ആണ്. 4 ഐസ് ഡു നോട്ട് ഒക്കർ ടുഗെദർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 4 ഐസ് ഒക്കർ ടുഗെദർ നോക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് 4 ഐകൾ നമ്മൾ അടുത്തടുത്ത് എഴുതുന്നു. 4 ഐകൾ അടുത്തടുത്ത് എഴുതുന്നു. എന്നിട്ട് നമുക്ക് ബാക്കി ലെറ്റേഴ്സ്, ബാക്കി എത്ര ലെറ്റേഴ്സ് ഉണ്ടാവും? 1 2 3 4, ബാക്കി 4, 7 ലെറ്റേഴ്സ് അല്ലേ ഉണ്ടാവുക. ഇവിടെ 7 ലെറ്റേഴ്സ് ഞാൻ എഴുതുന്നില്ല, 7 ലെറ്റേഴ്സ് എന്ന് എഴുതുന്നുള്ളൂ. അപ്പോൾ ഇവിടെ 7, പിന്നെ 4 ഐകൾ ഒരു ബോക്സിലാക്കിയത് കൊണ്ട് 7 + 1 ടോട്ടൽ 8 ആയി. അതുകൊണ്ട് ടോട്ടൽ വേർഡ്സ് എഴുതുന്നു. ടോട്ടൽ വേർഡ്സ് വിത്ത് 4 ഐസ് ടുഗെദർ. 4 ഐസ് ടുഗെദർ. 4 ഐകൾ അടുത്തടുത്ത് വരുന്നത് 7 + 1 8 ഫാക്ടോറിയൽ ആണ്. 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഈ 8ൽ റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് ഇത് റിപ്പീറ്റേഷൻ അല്ല, ഇതുമാണ് റിപ്പീറ്റേഷൻ. എസും പി ആണ് റിപ്പീറ്റേഷൻ. അതുകൊണ്ട് 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഓക്കെ, ഇതിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്താൽ 840 എന്നാണ് ലഭിക്കുക. 840. ദിസ് ഈസ് 4 ഐസ് ഒക്കർ ടുഗെദർ. സോ ക്വസ്റ്റ്യൻ എന്താണ്? 4 ഐസ് ഡു നോട്ട് ഒക്കർ ടുഗെദർ. Total words with 4 eyes do not occur together equal to total minus total ഇവിടെ ഉണ്ട് 4989600 minus 840 that is equal to നമുക്ക് സബ്ട്രാക്ഷൻ നടത്തി നോക്കാം. 33810. ഇതും ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വൊവൽസ് എടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക. ഈ 7 ലെറ്റേഴ്സ് +1 എന്നാണ് കൗണ്ട് ചെയ്യുക. +1 അപ്പോൾ 8. ഇനി ഇവ തമ്മിലുണ്ടോ നോക്കണം ബോക്സിനകത്ത്. അത് ഒറ്റ ചാൻസേ ഉള്ളൂ. 1 1 1 1 ഒക്കെ ഒരേ ലെറ്റേഴ്സ് ആയതുകൊണ്ട് ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. നമ്പർ 6ലേക്ക് വരുമ്പോൾ NC9 = NC8. അപ്പോൾ നമുക്കറിയാം N = 9 + 8 ആണ്. ദാറ്റ് ഈസ് = 17. ചോദ്യം NC16 ആണ്. NC16 = 17C16 എന്നായിട്ട് മാറും. 17C16 എന്ന് പറഞ്ഞാൽ 17C1 ആണ് ആൻസർ 17. ഓക്കെ, നമ്പർ ബി. ഹൗ മെനി കമ്മിറ്റി 3 persons is to be constituted from 2 men. അപ്പോൾ നമ്മളിവിടെ ഡാറ്റ എഴുതാണ്. 2 men 3 women ആണ് നമ്മളെ ടോട്ടൽ അവൈലബിലിറ്റി. 3 പേഴ്സൺസിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. കമ്മിറ്റി ഓഫ് 3 persons. ഹൗ മെനി ഓഫ് വേസ് ദിസ് ക്യാൻ ബി ഡൺ. അപ്പം 5ൽ 3. അപ്പോൾ ടോട്ടൽ കമ്മിറ്റി എത്ര ഉണ്ടാവുക? ടോട്ടൽ 3 member കമ്മിറ്റി. അതിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് 3 മാത്രം എടുത്താൽ മതി. 5ൽ നിന്ന് 3. അപ്പോൾ സെലക്ഷനാണ്. 5C3 = 10 എന്നായിരിക്കും ആൻസേഴ്സ്. അതേസമയത്തിൽ രണ്ടാമത്തെ ഭാഗം ഹൗ മെനി ഓഫ് ദീസ് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് 1 man and 2 women. 1 man and 2 women, ടോട്ടൽ സെലക്ഷൻ. അപ്പം നമ്മൾ നോക്കേണ്ടത് 1 man from 2 men ആണല്ലോ. അപ്പോൾ 2C1 ഇൻറ്റു ആൻഡ് വന്നാൽ ഇൻറ്റു ആണ്. 3 ലേഡീസിൽ നിന്നും 2 ലേഡീസ്. സോ ദ ആൻസർ ഈസ് 2 × 3 = 6 ഈസ് ദി റൈറ്റ് ആൻസർ. ശ്രദ്ധിക്കേണ്ടത് സെലക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമ്മൾ കോമ്പിനേഷൻ്റെ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ഇവിടെ വാട്ട് ഈസ് ദി നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിങ് 4 cards ഫ്രം പാക്ക് ഓഫ് 42 cards. ഇപ്പോൾ 4 from 52 സെലക്ഷൻ ആണ്. അതുകൊണ്ട് ആൻസർ ടോട്ടൽ സെലക്ഷൻ്റെ ആൻസർ 52C4. വളരെ സിമ്പിളായൊരു ചോദ്യമാണ്. 52C4. അതിന് ആൻസർ 27
0725. ഇനി ക്വസ്റ്റ്യൻ നമ്പർ എ ആണ്. 4 കാർഡ്സ് ആണ് സെലക്ട് ചെയ്തത്. 4 കാർഡ്സ് സെയിം സ്യൂട്ട്. 4 കാർഡും ഒരേ ടൈപ്പ് ആവണം. 4 കാർഡും ഒരേ ടൈപ്പ് ആവണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 ഡയമണ്ട് ഓറാണ്. ഒന്നുകിൽ 4 ഡയമണ്ട് അല്ലെങ്കിൽ 4 ഹാർട്ട് അല്ലെങ്കിൽ 4 സ്പെയ്ഡ് അല്ലെങ്കിൽ 4 ക്ലബ്ബ്. 4 ഡയമണ്ട്സ് ഓർ 4 ഹേർട്ട് ഓർ 4 സ്പെയ്ഡ് ഓർ 4 ക്ലബ്ബ്. ഇതെല്ലാം ഓറാണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ 4 ഡയമണ്ട്, 13 ഡയമണ്ടിൽ നിന്ന് 4 ഡയമണ്ട്, അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ പ്ലസ് ഓർ വന്നാൽ പ്ലസ് വരും. ഓക്കെ, 13 ഹേർട്ടിൽ നിന്ന് 4 ഹാർട്ട്, അല്ലെങ്കിൽ 13 സ്പെയ്ഡിൽ നിന്ന് 4 സ്പെയ്ഡ്, 13 ക്ലബിൽ നിന്ന് 4 ക്ലബ്ബ്. സോ ദ ആൻസർ ഈസ് 13C4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 715 ആണ്. 715 ഇൻറ്റു 4 ആൻസർ 2860 എന്നായിരിക്കും ആൻസർ. ഇത് ക്വസ്റ്റ്യൻ നമ്പർ ബിയിലേക്ക് വരുമ്പോൾ 4 കാർഡ്സ് ബിലോങ്സ് ടു 4 ഡിഫറെൻറ്റ് സ്യൂട്ട്. 4 കാർഡും 4 ടൈപ്പ് ആവണം എന്ന് പറയുമ്പോൾ 1 ഡയമണ്ട് ആൻഡ് 1 ഹാർട്ട് ആൻഡ് 1 സ്പെയ്ഡ് ആൻഡ് 1 ക്ലബ്. അതായത് ഒരു ഡയമണ്ടും ഒരു ഹാർട്ടും ഒരു സ്പെയ്ഡും ഒരു ക്ലബും ചേരുമ്പോൾ 4 കാർഡായല്ലോ. സോ ദ ആൻസർ ഈസ് ടോട്ടൽ സെലക്ഷൻ്റെ ആൻസർ 13C1 ഇൻറ്റു ആൻഡ് വന്നാൽ ഇൻറ്റു ആയിരിക്കും. 13C1 ഇൻറ്റു 13C1 ഇൻറ്റു 13C1 ദാറ്റ് ഈസ് ഈക്വൽ ടു 13⁴. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ 2 റെഡ് ആൻഡ് 2 ബ്ലാക്ക്. നോക്കൂ, 2 റെഡ് ആൻഡ് 2 ബ്ലാക്ക്. ഈ ആൻഡ് നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. ആൻഡ് വന്നാൽ ഇൻറ്റു എന്നാണ് പറയുക, ഓർ വന്നാൽ പ്ലസ് ആയിരിക്കും. 26 റെഡ് വരുന്നത് 2 റെഡ് വരുന്നത് 26 റെഡിൽ നിന്ന് 2 റെഡും ആൻഡ് 26 ബ്ലാക്കിൽ നിന്ന് 2 ബ്ലാക്കും. സോ 26C2 ഇൻറ്റു 26C2. 26 എന്ന് പറഞ്ഞാൽ 325 ആണ്. 325 ഇൻറ്റു 325 ആണ് ആൻസർ. ദാറ്റ് ഈസ് 105,625. ഓക്കെ, 325 ഇൻറ്റു 325 സെയിം നമ്പറാണ് രണ്ടും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം. എ ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് 4 ഗേൾസ് ആൻഡ് 7 ബോയ്സ്. ഇപ്പോൾ ഞാൻ എഴുതുന്നു 4 ഗേൾസ് 7 ബോയ്സ് ആണ് അവൈലബിൾ. 5 മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യണം. 5 മെമ്പേഴ്സ് ബി സെലക്റ്റഡ് അറ്റ്ലീസ്റ്റ് 3 ഗേൾസ്. 5 മെമ്പേഴ്സ് ആണെങ്കിലും അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അറ്റ്ലീസ്റ്റ് 3 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അറ്റ്ലീസ്റ്റ് 3 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അന്നേരം നമുക്ക് 3 ഗേൾസ് വരാം, അല്ലെങ്കിൽ 4 ഗേൾസ് വരാം. ഉണ്ടോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ 3 ഗേൾസ് ആവാം, 4 ഗേൾസ് ആവാം. പക്ഷേ ഒരു കാര്യമുണ്ട്, 5 ആളെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. 5 പേരെ സെലക്ട് ചെയ്യണം. അതുകൊണ്ട് 3 ഗേൾസ് വരുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് 2 ബോയ്സ് വരും. 4 ഗേൾസ് വരുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് 1 ബോയ് വരും. അപ്പം 3 ഗേൾസ് ആൻഡ് 2 ബോയ്സ്, അല്ലെങ്കിൽ 4 ഗേൾസ് ആൻഡ് 1 ബോയ്. ഇപ്പോൾ ആകെ 5 റെഡിയാണ്. ഇപ്പം ഇവിടെ ഓറാണ് നിൽക്കുന്നത്, ഇവിടെ ആൻഡാണ്. അതൊക്കെ ശ്രദ്ധിക്കണം. 3 ഗേൾസ്, ഇപ്പം 4 ഗേൾസ് നിന്ന് 3 ഗേൾസ്, ആൻഡ് വന്നാൽ ഇൻറ്റു 7 ബോയ്സ് നിന്ന് 2 ബോയ്സ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ 4C3 എന്ന് പറഞ്ഞാൽ 4 ആണ്. 7C2 എന്ന് പറഞ്ഞാൽ 21 ആണ്. സോ ആൻസർ ഈസ് 84. ഇവിടെ 4 ഗേൾസ് ഫ്രം 4 and 1 boy from 7, that is equal to 4C4. 1 into 7 is equal to 7. So total answer is, ഇവിടെ ഓർ ആയതുകൊണ്ട് പ്ലസ് ചെയ്യണം, 91 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, 91. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ ബി ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ ബി, ക്വസ്റ്റ്യൻ നമ്പർ ബി, ഡോട്ടർ എന്ന് പറയുന്ന ഒരു വാക്കാണുള്ളത്. ഡോട്ടർ. ഫൈൻഡ് ദി ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദി ലെറ്റേഴ്സ് ഓഫ് ദി ഡോട്ടർ ഇൻ വിച്ച് ഓൾ ദി വൊവൽസ് ഒക്കർ ടുഗെദർ. ഇതിൽ വൊവൽസ് നമുക്കൊന്ന് അടുത്തടുത്ത് എഴുതി നോക്കാം. A-U-E ആണ് വൊവൽസ്. വൊവൽസിനെ ഒരു യൂണിറ്റാക്കി മാറ്റുന്നു. ബാക്കിയുള്ള ലെറ്റേഴ്സിനെ പുറത്ത് എഴുതുന്നു. D-G-H-T-R. അപ്പോൾ ഓക്കെ, ടോട്ടൽ റെഡി അല്ലേ? 1 2 3 4 5 6. അപ്പോൾ നമ്മൾ വൊവൽസിനെ ഒരു യൂണിറ്റ് ആക്കി എടുത്താൽ ഇത് കൗണ്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: 1 2 3 4 5 6. അപ്പോൾ ടോട്ടൽ പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് 6 ഫാക്ടോറിയൽ ആണ്.
പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ വൊവൽസ് ഒക്കർ ടുഗെദർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. AUE ആവാം, UAE ആവാം, EUA ആവാം, അങ്ങനെ AEU, അങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം എത്രയുണ്ട് നോക്കണം. അത് 1 2 3 ആണല്ലോ. അപ്പോൾ ഇൻറ്റു 3 ഫാക്ടോറിയൽ. സോ ദിസ് ഈസ് അവർ ആൻസർ. 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ 4320 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ വൊവൽസ് ഒക്കർ ടുഗെദർ നോക്കുമ്പോൾ വൊവൽസിനെ ഒരുമിച്ച് എഴുതുന്നു, അതിനെ ഒരു യൂണിറ്റ് ആക്കി എടുക്കുന്നു. 1 2 3 4 5 6 എന്ന് കൗണ്ട് ചെയ്യുന്നു. പിന്നെ ഈ ബോക്സിനകത്ത് ഇവർ ഇൻറ്റേർണലായിട്ട് എത്ര അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്നും കൂടി അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടെന്നും കൂടി നോക്കണം. അതാണ് പ്രത്യേകം അതിൽ ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അവസാനത്തെ ക്വസ്റ്റ്യൻ, ഇൻഡിപെൻഡൻസ് എന്ന വാക്കിൽ ആകെ എത്ര വേർഡ്സ് ഉണ്ട് എന്നും അതിൽ വൊവൽസ് ഡു നോട്ട് ഒക്കർ ടുഗെദറാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം ഇൻഡിപെൻഡൻസിൽ ടോട്ടൽ ലെറ്റേഴ്സ് എഴുതുന്നു നമ്മൾ. ടോട്ടൽ ലെറ്റേഴ്സ് ഇൻഡിപെൻഡൻസിൽ നമുക്കറിയാം 12 ലെറ്റേഴ്സാണുള്ളത്. 12 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ റിപ്പീറ്റേഷനൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. IEN 2 പ്രാവശ്യം വരുന്നുണ്ട്. പിന്നീട് D N 3 പ്രാവശ്യമുണ്ട്. N 3 പ്രാവശ്യമുണ്ട്. D 2 പ്രാവശ്യമുണ്ട്. E 4 പ്രാവശ്യമുണ്ട്. ഓക്കെ, ഈ 4 പ്രാവശ്യം. ഇപ്പോൾ 3 2 4 ഇത്രയേ ഉള്ളൂ റിപ്പീറ്റേഷൻ വരുന്നത്. ബാക്കിയൊക്കെ സിംഗിളാണ്. അപ്പോൾ N 1 2 3, D 2 പ്രാവശ്യം, E 1 2 3 4, ബാക്കിയെല്ലാം ഓരോ പ്രാവശ്യമാണ് വരുന്നത്. സോ ടോട്ടൽ പെർമ്യൂട്ടേഷൻസ് നമുക്ക് ആദ്യം എഴുതാം. ടോട്ടൽ എന്ന് എഴുതിയാൽ പോരാ, ടോട്ടൽ പെർമ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ വേർഡ്സ്. ടോട്ടൽ പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് 12 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ റിപ്പീറ്റേഷൻ വരുന്നത് 3 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 1663200. ഇത്രയും വേർഡ്സാണ് ഇൻഡിപെൻഡൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുക. അതിൽ വൊവൽസ് അടുത്തടുത്ത് വരാത്തതാണ് ചോദ്യം. സോ വൊവൽസ് അടുത്തടുത്ത് വരുന്നത് നോക്കാം നമുക്ക് ആദ്യം. വൊവൽസ് എന്ന് പറയുമ്പോൾ അല്ലേ, 4 പ്രാവശ്യമുണ്ട്. പിന്നെ ഒരു I ഇതിലുണ്ട്. ഇതാണ് വൊവൽസ് അടുത്തടുത്ത് ഒരു ബോക്സിലാക്കി നേരത്തെ ചെയ്തതുപോലെ. ബാക്കിയുള്ള ലെറ്റേഴ്സിനെ നമ്മൾ പുറത്ത് എഴുതി. ബാക്കി 7 ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും. 7 ലെറ്റേഴ്സ് ഇവിടെ ഉണ്ട്. ഈ 7 ലെറ്റേഴ്സിൽ നമുക്കറിയാം ഇതൊഴികെ ബാക്കിയെല്ലാം റിപ്പീറ്റേഷനാണ്. ഇവിടെ 3 Nകളുണ്ടാവും, അതുപോലെ 2 Dകളുണ്ടാവും ഈ 7ൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ എങ്ങനെ കൗണ്ട് ചെയ്യുക? ഇതാ ഇവിടെ 7 ലെറ്റേഴ്സ് പ്ലസ് 1 8. അതുകൊണ്ട് ടോട്ടൽ വിത്ത് വൊവൽസ് ടുഗെദർ, വൊവൽസ് ടുഗെദറിൻ്റെ ആൻസർ 7 + 1 8 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ, ഇതിൽ റിപ്പീറ്റേഷൻ വരുന്നത് ഈ 3 ഫാക്ടോറിയലും 2 ഫാക്ടോറിയലും വരുന്നു. പിന്നീട് ഈ ബോക്സിനകത്ത് വൊവൽസിനകത്ത് അവർ തമ്മിൽ എത്ര അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്? 1 2 3 4 5. അത് 5 ഫാക്ടോറിയൽ ഉണ്ട്, പക്ഷേ അതിൽ 4 റിപ്പീറ്റേഷനാണ്. അപ്പോൾ അതുകൊണ്ട് 4 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 16800 എന്നായിരിക്കും. ഇനി നമുക്ക് കിട്ടേണ്ടത് വൊവൽസ് നെവർ ഒക്കർ ടുഗെദർ ആണ്. Therefore required answer total words with vowels do not occur together എന്ന് പറഞ്ഞാൽ ടോട്ടൽ മൈനസ്, ഇതാണ് ടോട്ടൽ മൈനസ് വൊവൽസ് ഒക്കർ ടുഗെദർ. അതായത് 1663200 minus 16800, that is equal to 16400. ഈ ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയേക്കുക. ആദ്യം ടോട്ടൽ പെർമ്യൂട്ടേഷൻസ് കാണുന്നു, അതിൽ നിന്ന് വൊവൽസ് ഒക്കർ ടുഗെദർ എന്ന് പറയുന്ന നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ വൊവൽസ് ഡു നോട്ട് ഒക്കർ ടുഗെദർ നമുക്ക് ലഭിക്കും. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം പറയാനുള്ളത്, എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ്, ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണത് പെർമ്യൂട്ടേഷൻ ആണോ കോമ്പിനേഷൻ ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? ഉത്തരം വളരെ സിമ്പിളാണ്. അറേഞ്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട
ക്വസ്റ്റ്യൻസ് ഒക്കെ പെർമ്യൂട്ടേഷൻസ് ആണ്. സെലക്ഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ കോമ്പിനേഷനാണ്. അപ്പോൾ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ്, വേർഡ്സ് ഒക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻറ്റ്സ് ആണല്ലോ. അപ്പോൾ അറേഞ്ച്മെൻറ്റ്സ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കൂ, ഈ ക്വസ്റ്റ്യനിൽ ഡോട്ടർ ഇതൊരു അറേഞ്ച്മെൻ്റ് ആണ്, ഇൻഡിപെൻഡൻസ് അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ പെർമ്യൂട്ടേഷൻസിൻ്റെ റിസൾട്ട് ആയിരിക്കും. അതേസമയം ഈ ക്വസ്റ്റ്യൻ നമ്പർ എയിലേക്ക് നോക്കൂ, ഇവിടെ സെലക്ഷനാണ്. ഹൗ മെനി വേസ് ക്യാൻ എ ടീം ഓഫ് 5 മെമ്പേഴ്സ് ബി സെലക്റ്റഡ് എന്നാണ്. അപ്പോൾ നമ്മൾ അവിടെ കോമ്പിനേഷൻ റിസൾട്ടാണ് ഉപയോഗിക്കുക. ഈ നമ്പർ 4 നോക്കൂ, ഇവിടെ സെലക്ഷനാണ്, അതുകൊണ്ട് ഫുൾ നമ്മൾ കോമ്പിനേഷൻ റിസൾട്ട് ഉപയോഗിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കൂ, ഇവിടെയും സെലക്ഷനാണ്, അതുകൊണ്ട് കോമ്പിനേഷൻ്റെ റിസൾട്ടാണ് ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കൂ, അറേഞ്ച്മെൻറ്റ്സ് ആണ്, അതുകൊണ്ട് പെർമ്യൂട്ടേഷൻസ്. ഒറ്റ കാര്യമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, പെർമ്യൂട്ടേഷൻ ഈസ് നത്തിങ് ബട്ട് അറേഞ്ച്മെൻറ്റ്സ്. ഓക്കെ, കോമ്പിനേഷൻ ഈസ് നത്തിങ് ബട്ട് സെലക്ഷൻ. അപ്പോൾ സെലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്യുന്നത് NCR അല്ലെങ്കിൽ കോമ്പിനേഷൻ്റെ റിസൾട്ട് ഉപയോഗിക്കും. പെർമ്യൂട്ടേഷൻ വരുന്നത് എപ്പോഴാണ്? അറേഞ്ച്മെൻറ്റ്സുമായി ബന്ധപ്പെട്ട എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും നമ്മൾ പെർമ്യൂട്ടേഷൻസ് ആണ് ഉപയോഗിക്കുക. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ആൻഡ് ജയ് ഹിന്ദ്.